നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഗവൺമെൻറ് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ചാണ്. ഒരുപാട് ആളുകൾ കാത്തിരുന്ന വീഡിയോ ആണ്. ഒരുപാട് ആളുകൾ കാത്തിരുന്ന ഒരു അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. എങ്ങനെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളെ ചേർക്കാം, പുതിയ ആളുകളെ എങ്ങനെ നമുക്കതിലേക്ക് ആഡ് ചെയ്യാം, പുതിയ കാർഡ് നമുക്ക് എങ്ങനെ എടുക്കാം, നിലവിലുള്ള കാർഡിൽ ആനുകൂല്യം ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ഏതെല്ലാം ഹോസ്പിറ്റലുകളിലാണ് ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുക, നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞാൽ നമ്മുടെ കാർഡിൽ നിന്നും എത്ര രൂപയാണ് അവർ എടുക്കുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള നമ്മുടെ സൗജന്യ ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ പുതിയ ആളുകളെ എങ്ങനെ ചേർക്കാമെന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഓരോ വ്യക്തികൾക്കും വ്യക്തിഗത കാർഡുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആദ്യം നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന കാർഡുകളായിരുന്നെങ്കിലും 2019-20 കാലഘട്ടത്തിന് ശേഷം ഓരോ വ്യക്തികൾക്കും വ്യക്തിഗത കാർഡുകൾ ലഭിച്ചു. ഇങ്ങനെ കാർഡുകൾ ലഭിച്ച ആരെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ രൂപത്തിൽ കാർഡുകൾ ലഭിച്ച ആരെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ ആളുകൾക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും. പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ആ ഒരു കാർഡ് എടുക്കുന്ന സമയത്ത് വിദേശത്തോ അതല്ലെങ്കിൽ നമ്മുടെ വിവാഹം കഴിച്ചിട്ടില്ലാത്ത സമയത്തെല്ലാമാണ് നമ്മൾ ഈ ഒരു കാർഡ് എടുത്തതെങ്കിൽ പിന്നീട് നമ്മുടെ റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ ആളുകളെയും ഈ ഒരു കാർഡിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാർഡ് എടുക്കുന്ന ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കിയോസ്ക് ഉണ്ടാകും. അവരുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഈ കാർഡിലേക്ക് ആഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇതിന് അവിടെ വേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പറുമായി ആധാർ നമ്പർ ലിങ്ക് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കാർഡിൽ ആ പുതിയതായി ചേർക്കുന്ന ആളുടെ പേരുണ്ടായിരിക്കണം. നമുക്കറിയാം, റേഷൻ കാർഡിൽ ആളെ പേര് ചേർക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ പുതിയ ആളുകളെ ചേർക്കാൻ ചെറിയ കുട്ടികളാണെങ്കിൽ ആധാർ കാർഡ്, അതല്ലെങ്കിൽ മറ്റ് റേഷൻ കാർഡിൽ നിന്ന് വെട്ടി നമ്മുടെ റേഷൻ കാർഡിലേക്ക് ആഡ് ചെയ്യാനാണെങ്കിൽ ഒന്നുകിൽ മാരേജ് സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ താമസ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡിലെ അഡ്രസ്സ് ചേഞ്ച് ചെയ്ത ആധാർ കാർഡ് എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒരു രേഖ മാത്രം മതിയാകും. അത് വെച്ച് നമുക്ക് നമ്മുടെ പുതിയ ആളുകളെ നമുക്ക് നമ്മുടെ റേഷൻ കാർഡിൽ ആഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വീട്ടിലേക്ക് വിവാഹം ചെയ്ത് കൊണ്ടുവന്ന ആളുകളെല്ലാം നമുക്ക് ഇങ്ങനെ ചേർക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 ദിവസം കൊണ്ട് തന്നെ അത് അപ്രൂവൽ ആകുകയും നമുക്ക് പുതിയ കാർഡ് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു റേഷൻ കാർഡ് മാത്രം മതി നമുക്ക് പുതിയ ആളുകളെ ഈ ഒരു കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇപ്പോൾ വന്നൊരു മറ്റൊരു അപ്ഡേഷനാണ്. ഇതിനുമുമ്പ് വന്നിരുന്നു 70 വയസ്സ് കഴിഞ്ഞ ആളുകളെ പുതിയതായി എടുക്കാമെന്നുള്ളത്. നിലവിലൊരു വീട്ടിലെ ഒരു അംഗത്തിന് പോലും കാർഡില്ലാത്ത ആളുകളാണെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞ ആ വ്യക്തിക്ക് കാർഡ് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. പക്ഷേ ഇതിന് ഔദ്യോഗികമായ ഒരു തീരുമാനമായിട്ടില്ല. ഈ ഒരു മാസം അവസാനത്തോടു കൂടി തന്നെ ഇതിൻ്റെ സൈറ്റ് ഓപ്പൺ ആകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഓപ്പൺ ആകുകയാണെങ്കിൽ നമുക്ക് അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ഈ കാർഡ് എടുക്കാം. ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ഈ കാർഡ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഈ കാർഡ് എടുക്കേണ്ടത്. നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ അപ്രൂവൽ ആകുകയും ഈ കാർഡ് നമുക്ക് പ്രിൻ്റ് എടുക്കുകയും ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭിച്ചു തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഈ കാർഡ് എടുക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ഇപ്പോഴും ഈ കാർഡ് എടുക്കാത്ത ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് പുതിയ കാർഡ് എടുക്കാനുള്ള അവസരം ഇപ്പോൾ നിലവിലില്ല. ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ വഴി മാത്രമാണ് ഈ കാർഡ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമുക്ക് മറ്റ് പല വെബ്സൈറ്റിലും കാണുന്നുണ്ട്, അതെല്ലാം തട്ടിപ്പ് വെബ്സൈറ്റുകളാണ്. പുതിയ കാർഡ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള ആളുകളെ ചേർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നിങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. അതിനെല്ലാം ആ ഓതൻറ്റിക്കേഷൻ ആളുകൾക്ക് മാത്രമാണ് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവരുടെ കിയോസ്ക് ഉണ്ടാകും, അവരുടെ സ്റ്റാഫുകളും അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള അവരുടെ സ്റ്റാഫുകൾക്ക് മാത്രമാണ് പുതിയ ആളുകളെ ചേർക്കാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നത്. 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് കാർഡ് എടുക്കാൻ നമുക്ക് ചിലപ്പോൾ സാധിക്കുന്നുണ്ട്. വെബ്സൈറ്റിൽ ലഭിക്കുന്ന സമയത്ത് നമുക്ക് സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് സമീപിച്ച് കഴിഞ്ഞാൽ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.